കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ജീവിച്ചു വന്ന എൻ്റെ വീടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ദിവസം എന്നുള്ള രീതിയിൽ ആന കയറാനായിട്ട് തുടങ്ങി. ആ സമയത്ത് വനംവകുപ്പ് മുന്നോട്ടേക്ക് വെച്ചൊരു പ്രൊജക്റ്റാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്. പല കാരണങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അപേക്ഷനെ തഴഞ്ഞു വെച്ചു. ഇതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഫീസ് നമ്മളെ കൊണ്ട് താങ്ങില്ലായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലീഗൽ സർവീസ് സൊസൈറ്റിയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു അവസ്ഥയാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കി. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്വക്കേറ്റ്സിൻ്റെ LLB പഠിക്കാനുള്ള സിലബസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്യുകയും അത് ഫുള്ള് പഠിക്കുകയും ചെയ്തിട്ടാണ് എങ്ങനെയാണ് കേസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോടതിയിൽ പെരുമാറേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. ജഡ്ജ് എൻ്റെ വാദം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, മെയ്മോളൊന്ന് തിരിഞ്ഞു നോക്കൂ, താൻ കണ്ടോ തൻ്റെ ചുറ്റും ഇരിക്കുന്ന ഇത്രയും അഡ്വക്കേറ്റ്സ് പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളി ആർഗ്യൂ ചെയ്യില്ല. തനിക്ക് യു ഹാവ് എ ക്ലാരിറ്റി ഓഫ് പ്രസൻറ്റേഷൻ, തനിക്ക് പ്രസൻറ്റ് ചെയ്യാനൊരു കഴിവുണ്ട്, എന്തുകൊണ്ട് തനിക്കൊരു LLB എടുത്തുകൂടാ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കേസ് വാദിക്കാൻ കയറുന്നതിന് തൊട്ട് മുന്നെയാണ് എൻ്റെ എതിർകക്ഷി വക്കീൽ എന്നോട് പറയുന്നത്, താൻ നോക്കിക്കോ തൻ്റെ കേസ് ഞാനിപ്പോൾ തള്ളി കാണിച്ചു തരാം, താൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നത്, താൻ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുള്ളൂ എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് ഞാൻ ആ കേസ് വാദിച്ചെടുക്കുന്നത്. എനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും വനംവകുപ്പ് മുൻകൂട്ടി കോടതിയുടെ രജിസ്ട്രിയിൽ കെട്ടിവെക്കണം. ഇത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മെയ്മോള് ഭൂമി വനംവകുപ്പിലേക്ക് എഴുതി കൊടുത്താൽ മതി. എൻ്റെ സ്വന്തം അമ്മ, എൻ്റെ സ്വന്തം സഹോദരൻ, എൻ്റെ നാട്ടുകാർ, ബന്ധുക്കൾ, എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു മെയ്മോൾ ഒരിക്കലും ഈ കേസ് ജയിക്കില്ല എന്നാണ് ഞാൻ ഈ 1.5 വർഷം കൊണ്ട് എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തോക്കില്ല എന്ന് ഉറപ്പിച്ച് നേടിയെടുത്ത വിധിയാണിത്. എനിക്ക് എത്ര പ്രയാസം വന്നാലും കേരള ഹൈക്കോടതിയിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ശക്തവും വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഉറക്കെ പറഞ്ഞിരിക്കുമെന്ന് എനിക്ക് എന്നിലുള്ളൊരു വിശ്വാസം കാരണമാണ് ഈ കേസ് ജയിച്ചത്.